അപ്പോൾ നമ്മൾ തിയറം 1 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. തിയറം 2 ആണ് ഇപ്പോൾ നോക്കുന്നത്. തിയറം 2 എന്ന് പറയുന്നത് ഇഫ് എഫ് ഓഫ് എക്സ് വൈ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് നോക്കിയായിരുന്നു. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആണ്. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ മിനിമൈസ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ സബ്ജക്റ്റ് ടു സർട്ടൻ കൺസ്ട്രൈൻസ് ജി ഓഫ് എക്സ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയായിരുന്നു. ജി ഐ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയായിരുന്നു. അപ്പോൾ ഇതാണൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് വരുന്ന ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാഡിൽ പോയിന്റ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ തിയറം പറയുന്നത് ഇഫ് ദിസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ സാഡിൽ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് for every positive y, then this x naught എന്ന് പറഞ്ഞാൽ ഈ സാഡിൽ പോയിന്റിലെ എക്സ് നോട്ട് ആ പോയിന്റ് ഈസ് എ മിനിമൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് സബ്ജക്ട് ടു ദി കൺസ്ട്രൈൻസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഈ തിയറം പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട്, പിന്നെ ഒരു കൺസ്ട്രൈൻസ് ജി ഓഫ് എക്സ് ഉണ്ട് എങ്കിൽ നമ്മളത് വെച്ചിട്ട് ഒരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ നിർമ്മിക്കും. ആ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ്റെ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ എക്സ് നോട്ട് ആയിരിക്കും നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് അല്ല പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ നമ്മുടെ മോഡലിൻ്റെ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഏറ്റവും മിനിമൽ പോയിന്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പോയിന്റ് വട്ട് ഈസ് മിനിമൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിൻ്റെ മിനിമൽ പോയിന്റ് ആയിട്ട് വരുന്നത് ആ സാഡിൽ പോയിന്റിലെ എക്സ് നോട്ട് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ പ്രൂഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ സാഡിൽ പോയിന്റ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ സാഡിൽ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സാഡിൽ പോയിന്റിൻ്റെ ഡെഫിനിഷൻ എന്താ? ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് സാഡിൽ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതിയായിരുന്നു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈക്ക് എക്സ് നോട്ട് വൈ നോട്ടിൽ സാഡിൽ പോയിന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും എഫ് ഓഫ് എക്സ് നോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട് ഫോർ എവരി വൈ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മൾ സാഡിൽ പോയിന്റ് ഡെഫിനിഷൻ എഴുതി. എന്നിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി നമ്മൾ മാത്രമായിട്ട് എടുക്കുന്നു. അത് എടുക്കുമ്പോൾ അതാണ് ജസ്റ്റ് താഴോട്ട് എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട് എന്ന് പറഞ്ഞു ജസ്റ്റ് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ക്യാപിറ്റൽ എഫിൻ്റെ ഡെഫിനിഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് അതവിടെ നമ്മൾ എഴുതി. പിന്നെ എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട് അതിൻ്റെയും ഡെഫിനിഷൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അതുപോലെ എഴുതിയിട്ടുണ്ട്. റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ഡെഫിനിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട്. പിന്നെ അതിന് താഴെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇനി വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ തിയറം 1 പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് അണ്ടർ ദീസ് കണ്ടീഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ തിയറം 1 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ വാല്യൂ നമ്മളിവിടെ 0 ആക്കി കൊടുക്കുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദിസ് വൺ ആൻഡ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 0 എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് ആയിട്ട് മാറും. ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. വൈ നോട്ട് ട്രാൻസ്പോസ് ജി നോട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് തിയറത്തിൽ നിന്ന് എഴുതിയത് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് ആണ് 0 ആയിട്ട് എഴുതിയത്. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി. നമുക്കറിയാം ഈ വൈ നോട്ടും വൈ നോട്ട് ട്രാൻസ്പോസും എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. ജി ഓഫ് എക്സ് നമ്മുടെ കൺസ്ട്രെയിൻസിലെ നെഗറ്റീവ് വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടും. പോസിറ്റീവ് നമ്പേഴ്സ് ഇൻറ്റു നെഗറ്റീവ് നമ്പേഴ്സ് പിന്നെ സം ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് എന്ന്. അതിനർത്ഥം ഈ വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് നെഗറ്റീവ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിൽ നിന്ന് ഈ നെഗറ്റീവ് വാല്യൂ കുറയ്ക്കുന്നു. ഒരു സംഖ്യയിൽ നിന്ന് സംഖ്യ മൈനസ് സം പോസിറ്റീവ് വാല്യൂ, അതായത് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സം നെഗറ്റീവ് എൻ ആയിട്ട് എടുക്കാം. അന്നേരം എഫ് ഓഫ് എക്സ്
മൈനസ് എൻ. അപ്പോൾ എഫ് എക്സിൽ നിന്ന് എന്തോ എൻ എന്ന് പറഞ്ഞൊരു നമ്പർ, പോസിറ്റീവ് നമ്പർ കുറയ്ക്കുകയാണ് ചെയ്തത്. അതെപ്പോഴും എന്തിനേക്കാട്ടിലും ചെറുതായിരിക്കും? എഫ് ഓഫ് എക്സിനെക്കാട്ടിലും ചെറുതായിരിക്കും. അതാണ് ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഫ് ഓഫ് എക്സ് നോട്ട് അതുപോലെ എഴുതി, റൈറ്റ് ഹാൻഡ് സൈഡ് ദാണ്ട് ഇവിടെ എഫ് ഓഫ് എക്സ് അതുപോലെ എഴുതി. ഹെൻസ് ഫോർ ഓൾ ദോസ് എക്സ് ഫോർ വിച്ച് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയുള്ള എക്സുകളെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ഓൾ എക്സ് ഫോർ വിച്ച് ദ കൺസ്ട്രെയിൻസ് ജി ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നതിനകത്ത് നമുക്ക് കിട്ടി എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഏത് എക്സുകളെ നമ്മൾ കൺസിഡർ ചെയ്തത്? ഫോർ ഓൾ എക്സ് സച്ച് ദാറ്റ് ദ കൺസ്ട്രെയിൻസ് ഈസ് സാറ്റിസ്ഫൈഡ്, അങ്ങനെ വരുന്ന എക്സുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് നോട്ട് എല്ലാ എക്സുകളെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സിൻ്റെ എഫ് വാല്യൂവിനെക്കാട്ടിലും കുറവാണ് എഫ് ഓഫ് എക്സ് നോട്ട് എന്നല്ലേ? ദാറ്റ് മീൻസ് ദാറ്റ് എക്സ് നോട്ട് ഈസ് ദി മിനിമം ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എക്സ് നോട്ട് ഈസ് ദ മിനിമൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു സിമ്പിൾ പ്രൂഫാണ്, 2 ലൈൻ പ്രൂഫാണ്, പെട്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു മിനിറ്റ്. അടുത്തത് ഒരു ഇച്ചിരി ലോങ് തിയറമാണ്. തിയറം 3 എന്ന് പറഞ്ഞിട്ട് ലെറ്റ് എക്സ് നോട്ട് ബി എ സൊല്യൂഷൻ ഓഫ് ദി കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം 1, 2 and 4. 1, 2 and 4 നമ്മൾ തുടക്കത്തിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ എഴുതിയായിരുന്നു. 1 എന്ന് പറയുന്നത് മിനിമൈസ് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആണെന്ന് തോന്നുന്നു. 4 എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സും ജി ഐ ഓഫ് എക്സും, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഐ ഓഫ് എക്സുകളെല്ലാം കോൺവെക്സ് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനെ ഒരു പേര് വിളിക്കും, കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതായത് നമ്മുടെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും കോൺവെക്സ് ഫംഗ്ഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കോൺവെക്സ് ഫംഗ്ഷനാണ്, കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആകും. അതിനൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. എക്സ് നോട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും മിനിമലായിട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതവിടെ തന്നിട്ടുണ്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ മിനിമൽ പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ കുറേ കണ്ടീഷനോട് തന്നിട്ടുണ്ട്. ഫർദർ ലെറ്റ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ് സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് നോൺ എംപ്റ്റി ആണെന്ന്. അതായത് ഒരു പോയിന്റെങ്കിലും കാണും, നമ്മുടെ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റെങ്കിലും കാണുമെന്നാണ് ഈ സെൻറ്റൻസ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് തെളിയിക്കേണ്ടത്? ദെൻ ദർ എക്സിസ്റ്റ് എ വെക്റ്റർ വൈ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻ ഇ എം സച്ച് ദാറ്റ് f of x plus y naught transpose g of x greater than or equal to f of x naught. This x naught എന്താണെന്ന് നമുക്കറിയാം. x naught is a solution to the convex programming problem ആണ്. y naught നമുക്കറിയാം. then there exists that existence of that vector y naught, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു, ഒരു വെക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇസഡ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസഡ് നോട്ട്, സെക്കൻഡ് കമ്പോണൻറ്റ് ഇസഡ് വൺ എക്സെട്ര ഇസഡ് എം ട്രാൻസ്പോസ്. ഇത് എത്ര കമ്പോണൻസ് ഉണ്ട്? m+1 കമ്പോണൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ വെക്ടർ ഇൻ ഈ m+1 എന്ന് പറയുന്ന യൂക്ലിഡിയൻ സ്പേസിലെ ഒരു എലമെൻ്റ് ആണ് അത്. ഇനി സെറ്റ് K1 എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ m+1 എന്ന് പറഞ്ഞ യൂക്ലിഡിയൻ സ്പേസിൽ തന്നെ K1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇസഡുകളായിരിക്കും സച്ച് ദാറ്റ് അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസഡ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ടും അതിൻ്റെ അടുത്ത കമ്പോണൻറ്റ്സ് Z1, Z2, Z3 എക്സെട്ര Z M എന്ന് പറയുന്നത് ഈ ജി ഐ ഓഫ് എക്സ് കൺസ്ട്രെയിൻസിനെക്കാട്ടിലും വലുതായിരിക്കും, കൺസ്ട്രെയിൻസിൻ്റെ വാല്യൂവിനെക്കാട്ടിലും വലുതായിരിക്കണം. പിന്നെ ഒരു കണ്ടീഷനോട് തന്നിട്ടുണ്ട്. ഈ സെറ്റ് നിർമ്മിക്കാൻ വേണ്ടി സെറ്റിലെ ഓരോ ഇസഡ് പോയിന്റുകൾക്കും ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 എക്സ് ഫോർ വിച്ച് ദ എബോവ് ഡെഫിനിഷൻ ഓഫ് ഇസഡ് ഹോൾഡ്. അതായത് അങ്ങനെയുള്ള ഇസഡുകളെ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഏതൊക്കെ ഇസഡുകളെയാണ് കൺസിഡർ ചെയ്യുന്നത്? ദർ ഈസ് ആൻ എക്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിനെക്കാളും ചെറുതായിരിക്കണം. പിന്നെ ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസിൽ ഈ എക്സ് കൊടുക്കുമ്പോൾ അത് ഈ കമ്പോണൻസിനെക്കാട്ടിലും ചെറുതായിരിക്കണം അതിൻ്റെ വാല്യൂ. അങ്ങനെയുള്ള ഇസഡുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സെറ്റാക്കി എഴുതി. അതാണ് നമ്മുടെ K1 എന്ന് പറയുന്ന സെറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് ഈ K1 എന്ന് പറയുന്ന സെറ്റ് ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും.
അതിനുവേണ്ടി നമ്മുടെ യൂഷ്വൽ ഡെഫിനിഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കോൺവെക്സിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 എലമെൻറ്റ് Z1 Z2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ Z3 എന്ന് പറയുന്ന മൂന്നാമതൊരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 1 മൈനസ് ലാംഡ Z1 പ്ലസ് ലാംഡ Z2 എന്ന് പറയുന്ന എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കാണിക്കും ഈ എലമെൻറ്റ് എവിടുത്തെ എലമെൻറ്റാണ്, ബിലോങ്സ് ടു കെ ആണെങ്കിൽ ഈ എലമെൻറ്റും കെയിലെ എലമെൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് നമ്മൾ കോൺവെക്സ് സെറ്റിന് വേണ്ടി കാണിക്കുന്നത്. അതിനുവേണ്ടി 2 എലമെൻ്റ് എടുത്തു. Z1 Z1ൻ്റെ കമ്പോണൻസ് ആണ് Z10 Z11 എക്സെട്ര Z1M. Z2 എന്ന് പറയുന്ന രണ്ടാമതൊരു എലമെൻ്റ് എടുത്തു. അതിൻ്റെ കമ്പോണൻസ് Z20 Z1 Z21 Z2M എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. യൂക്ലിഡിയൻ സ്പേസ് ഓഫ് ഡയമെൻഷൻ M+1 എലമെൻറ്റ്സ് ആണ് ഇവയൊക്കെ. അങ്ങനെയാണെങ്കിൽ Z1 K1 എലമെൻ്റ് ആണ്. Z1 Z2 K1 എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കമ്പോണൻസിനൊരു പ്രത്യേകതയുണ്ട്. Z1 എന്ന് പറയുന്നത് X1 എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഇസഡുകളെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വെയർ ഫോർ ഈച്ച് ഇസഡ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1x എക്സിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇറ്റ്സ് Z10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(x1 മൈനസ് f(x0) ആൻഡ് ദർ എക്സിസ്റ്റ് അനദർ പോയിന്റ് x2 സച്ച് ദാറ്റ് Z20 സെക്കൻഡ് വെക്റ്റർ Z2ൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(x2 മൈനസ് f(x0) ഫോർ സം x1 ആൻഡ് x2. അങ്ങനെയാണെങ്കിൽ Z1i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gi ഓഫ് x1 ആയിരിക്കും. അത് നമ്മുടെ സെറ്റ് K1ൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ഈ രണ്ട് കാര്യവും എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Z3 എന്ന് പറയുന്നത് Z1ൻ്റെയും Z2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കമ്പോണൻസ് Z30 31 Z3M എന്നായിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ Z3 എൻ്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഈ ഇക്വേഷനിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും 1 മൈനസ് ലാംഡ Z10 പ്ലസ് ലാംഡ Z20 എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ്, തേർഡ് കമ്പോണൻറ്റ്, അങ്ങനെ കമ്പോണൻറ്റ്സ് എല്ലാം തിരിച്ച് പോകും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Z30 എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ Z10 പ്ലസ് ലാംഡ Z20 ആണ്. അത് നമ്മളവിടെ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ അതുപോലെ എഴുതി. Z10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. Z10 ദിസ് വൺ Z10 ഗ്രേറ്റർ ദാൻ f(x1 മൈനസ് f(x0) എന്നാണ്. അത് നമ്മൾ ഇതുപോലെ എഴുതി f(x1 മൈനസ് f(x0) എഴുതി പ്ലസ് ലാംഡ ഇൻറ്റു Z20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(x2 മൈനസ് f(x0) എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇനിയും ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 1 മൈനസ് ലാംഡ f(x1 പ്ലസ് ലാംഡ f(x2 മൈനസ് f(x0) എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 ആണ്. ഏത് ഈ 1 മൈനസ് ലാംഡ f(x1 പ്ലസ് ലാംഡ f(x2) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ ആണ്. അത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് എഫ് കോൺവെക്സ് ആയതുകൊണ്ടാണ്, എഫിൻ്റെ കോൺവെക്സിറ്റി വെച്ചിട്ടാണ് നമ്മളത് എഴുതിയത്. ഇനിയും ദിസ് വൺ ഈ 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2നെ ഞാൻ x3 എന്ന് പറഞ്ഞ് വിളിച്ചു. അതായത് x3 എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ്. ലീനിയർ കോമ്പിനേഷൻ, കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2. അങ്ങനെ f(x3) എന്ന് പറഞ്ഞ് വിളിച്ചു. അതാണ് ഈ ഫുൾ എഴുതിയിരിക്കുന്നത്. ബാക്കി മൈനസ് f(x0) അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ എന്താ കിട്ടിയത്? ദിസ് Z30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(x3 മൈനസ് f(x0) എന്ന് പറഞ്ഞിട്ട് ഫോർ സം x3 ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ കണ്ടീഷൻ അതായത് Z30 എന്ന് പറയുന്ന ഫസ്റ്റ് K1 എന്ന് പറയുന്ന സെറ്റിൽ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി Z3ക്കും ബാധകമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിയും. ഇനി നമ്മൾ തെളിയിക്കാനുള്ളത് മറ്റ് കമ്പോണൻസിനെയാണ്. ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ ഓക്കെ ആക്കി. ഇനി അതർ കമ്പോണൻസിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. Z3i എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ Z1i പ്ലസ് ലാംഡ Z2i ആയിരിക്കും. ഫോർ i ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു m എന്നാണ് നമ്മൾ Z3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ അതുപോലെ എഴുതി. Z1i എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gi ഓഫ് x1 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടീഷനിൽ നിന്ന് എഴുതിയതാണ്. പ്ലസ് ദിസ് ലാംഡ Z2i ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gi ഓഫ് x2 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് this is greater than or equal to gi of
നമ്മൾ ജി ഐയുടെ കോൺവെക്സ് പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുന്നു. നേരത്തെ ഇവിടെ എഫിൻ്റെ യൂസ് ചെയ്തതുപോലെ ഇവിടെ ജി ഐയുടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ 1 - ലാംഡയ്ക്ക് അകത്തോട്ട് കൊണ്ടുവരും. x1 ഇൻറ്റു 1 - ലാംഡ ഇൻറ്റു x1 പ്ലസ് അതിന് തിരിച്ചൊന്ന് എഴുതിയെന്നേ ഉള്ളൂ, പ്ലസ് ലാംഡ x2 ഈസ് ഈക്വൽ ടു ജി ഐ ഓഫ് സം x3 എന്ന് കൊടുത്തു. x3 എന്ന് പറയുന്നത് 1 - ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ x2 എന്ന് പറയുന്ന ഈ ഫാക്ടറാണ്. നമ്മളിവിടെ ജി ഐയുടെ കോൺവെക്സ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി ഈ Z3i എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഐ ഓഫ് x3 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടി. ഫോർ i ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു m എന്ന് പറഞ്ഞ് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Z3 എന്ന് പറയുന്ന നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് Z1 ആൻഡ് Z2 എന്ന് പറയുന്ന ഈ എലമെൻറ്റ് എവിടെയുണ്ടെന്ന് കിട്ടി? നമ്മുടെ K1 എന്ന് പറയുന്ന സെറ്റിലുണ്ടെന്ന് കിട്ടി. ദെയർഫോർ വി ക്യാൻ പ്രൂവ് അവർ ക്ലെയിം ദാറ്റ് K1 ഈസ് എ കോൺവെക്സ് സെറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലെയിം അവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഓക്കെ, അത് ജസ്റ്റ് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. K1 ഈസ് എ കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു സെറ്റ് K2 എന്ന് പറയുന്ന ഒരു സെറ്റ്, അതും ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഈ M+1 യൂക്ലിഡിയൻ സ്പേസ് ഓഫ് M+1 ഡയമെൻഷനുള്ള ഒരു സ്പേസിൽ നിന്ന് K2 എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്തു. K2ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ കമ്പോണൻസും ലെസ് ദാൻ 0 ആയിരിക്കണം. നെഗറ്റീവായിട്ടുള്ള കമ്പോണൻസ് വരുന്ന സെറ്റിനെയാണ് ഇസഡ് കമ്പോണൻസ് വരുന്ന എലമെൻസിനെ എല്ലാം കൂടാണ് നമ്മൾ K2 എന്ന് പറയുന്ന സെറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. K2 കോൺവെക്സ് ആണെന്ന് പെട്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് K2 കോൺവെക്സ് ആണെന്നും ജസ്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ കയ്യിൽ 2 സെറ്റുകളുണ്ട്, K1 ഉണ്ട്, K2 ഉണ്ട്. ഇനി നമ്മൾ പറയും K1 K2 തമ്മിൽ കോമൺ ആയിട്ട് ഒരു പോയിന്റും ഇല്ല, ദേ ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി K1ലെ ഒരു പോയിന്റ് Z എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് കമ്പോണൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ് ഓഫ് Z0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of x മൈനസ് f of x0. നമുക്കറിയാം x0 മിനിമൽ പോയിന്റ് ആണ് എഫിൻ്റെ. അങ്ങനെയാണെങ്കിൽ f of x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ആയിരിക്കും ഫോർ ഓൾ എക്സ്. അങ്ങനെയാണെങ്കിൽ f of x മൈനസ് f of x0 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു വാല്യൂ ആയിരിക്കും. എവിടെ നിന്ന് കിട്ടും? ആൻഡ് ഇവിടെ നിന്ന് കിട്ടും. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ K1ലെ ഏത് Z എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് കമ്പോണൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ K2ലെ ഒരു Z എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണ് K2 നമ്മൾ കൺസ്ട്രക്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിൻ്റെ K1ലും K2ലും കോമൺ ആയിട്ട് ഒരു പോയിന്റും വരാനായിട്ട് സാധ്യതയില്ല. കാരണം K1 വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. K2 വരണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ലെസ് ദാൻ 0 ആയിരിക്കണം. അങ്ങനെ ഒരു നമ്പറും ഇല്ലാത്തത് കൊണ്ട് K1 K2 ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്തത്? K1 എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, K2 എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു. K1 K2 കോൺവെക്സ് സെറ്റുകളാണെന്ന് പ്രൂവ് ചെയ്തു. K1 K2 ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ K1 K2 ഡിസ്ജോയിൻറ്റ് കോൺവെക്സ് സെറ്റുകളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വരെ അത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി ഒരു കോൺവെക്സ് സെറ്റ് തിയറിയിൽ ഒരു തിയറം ഉണ്ട്, ഹൈപ്പർ പ്ലെയിൻ സെപ്പറേഷൻ തിയറം എന്ന് പറയുന്ന ഒരു തിയറമാണ്. അത് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും, അതിൻ്റെ പ്രൂഫൊക്കെ കിട്ടും. ജസ്റ്റ് നിങ്ങൾ പ്രൂഫായിട്ട് എഴുതേണ്ട, ചെറിയൊരു പ്രൂഫുണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ എഴുതിയാൽ മതി, ഹൈപ്പർ പ്ലെയിൻ സെപ്പറേഷൻ തിയറം. ആ തിയറം പറയുന്നത് ഇങ്ങനെയാണ്: 2 സെറ്റുകൾ K1 K2 ടു ഡിസ്ജോയിൻറ്റ് സെറ്റുകളായിരിക്കണം, കോൺവെക്സ് സെറ്റുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദെയർ എക്സിസ്റ്റ് എ ഹൈപ്പർ പ്ലെയിൻ സെപ്പറേറ്റിംഗ് ദം എന്നുള്ളതാണ് ഹൈപ്പർ പ്ലെയിൻ സെപ്പറേഷൻ തിയറം. ഇനി എന്താണ് ഈ ഹൈപ്പർ പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈപ്പർ പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ C കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് C ഈസ് ഈക്വൽ ടു അതിൻ്റെ കോർഡിനേറ്റ്സ് C0 C1 C2 എക്സെട്ര Cm. അത് യൂക്ലിഡിയൻ സ്പേസ് ഈ M+1 എലമെൻ്റ് ആണ്. ഹൈപ്പർ പ്ലെയിൻ എന്ന് വെച്ചാൽ ഒരു സ്പേസ് ആണ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. ആ സബ് സ്പേസിന് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: CZ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ചെറിയൊരു സ്കെയിലറാണ്. Z എന്ന് പറയുന്നത് ഈ M+1 ഏതോ ഒരു വെക്റ്ററാണ്. C എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്
വെക്റ്റർ ആയിരിക്കും. C0, C1, C2 അതൊരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആയിരിക്കും. ഇവിടെ ഇസഡുകളാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആൽഫയും ഫിക്സ്ഡ് ആണ്, സിയും ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ഹൈപ്പർ പ്ലെയിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് സി ഒരു ഇപ്പം 2, 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് വെക്റ്ററാണ്. നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് x1, x2 അല്ലെങ്കിൽ x, y ഏത് എഴുതിയാലും ശരിയാണ്. x, y എഴുതിക്കോ. x, y. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു 5 ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ സി സെഡ് ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് 2, 3 ഇൻറ്റു ഇത് ഇസഡ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ആണേ, റോ വെക്റ്റർ അങ്ങനെ എഴുതുന്നത്. സി സെഡ് ഈസ് ഈക്വൽ ടു എക്സ്, വൈ എന്നും പറഞ്ഞെഴുതും ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ആൽഫ എന്നുള്ളതാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. ഇംപ്ലൈസ് 2x പ്ലസ് 3y ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കിട്ടും. സത്യത്തിൽ ഇതൊരു സബ് സ്പേസ് ആണ്. ഇതിപ്പോൾ ഞാൻ 2 ഡയമെൻഷനാണ് എടുത്തിരിക്കുന്നത്. 2 ഡയമെൻഷൻ ആയതുകൊണ്ട് ഒരു എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് വൈ പ്ലെയിൻ ആണ് എൻ്റെ ഫുൾ സ്പേസ്. ആ ഫുൾ സ്പേസിലെ ഒരു സബ് സ്പേസ് ആയിരിക്കും സി സെഡ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടി സി സെഡ് ഈക്വൽ ടു ആൽഫ 2x പ്ലസ് 3y ഈക്വൽ ടു 5 എന്നും പറഞ്ഞ് കിട്ടി. സത്യത്തിൽ ഇതെന്താണ്? ഇതൊരു ലൈനാണ്. 2x പ്ലസ് 3y ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു ലൈനാണ്. ആ എക്സ് വൈ പ്ലെയിനിലെ ഏതോ ഒരു ലൈനാണിത്. ഇങ്ങനെ പോകുന്ന ഒരു ലൈനാണ്. അതായത് ഈ ഫുൾ എക്സ് വൈ പ്ലെയിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. ഈ ലൈൻ ഒരു സബ് സ്പേസ് ആണല്ലോ. സീറോയിലേക്ക് പോകുന്നുണ്ട്. ഒരു സബ് സ്പേസ് ആയിരിക്കുമല്ലോ. ഓക്കെ, ദിസ് ഒരു സബ് സ്പേസ് ആയിരിക്കും. ഇവിടെ സബ് സ്പേസിന് സബ് സ്പേസ് സാധാരണ എക്സ് ഇസിക്കൽ ടു 0 കൂടാണ് പോകുന്നത്. ഞാനൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി ഇവിടെ ആൽഫ ഇസിക്കൽ ടു 5 എടുത്തു, ആൽഫ ഇസിക്കൽ ടു 0 എടുത്തോ. അപ്പോൾ കുറച്ച് കറക്റ്റ് ആയിരിക്കും. ആൽഫ ഇസിക്കൽ 0 വരുമ്പം 2x പ്ലസ് 3y ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് കിട്ടും. ഇതൊരു ലൈനാണ്, പാസിങ് ത്രൂ ദി ഒറിജിനാണ്. അപ്പോൾ ഇതൊരു ഹൈപ്പർ പ്ലെയിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 2 ഡയമെൻഷണൽ സ്പേസിലെ ഹൈപ്പർ പ്ലെയിനാണ്. ഹൈപ്പർ പ്ലെയിനൊക്കെ നിങ്ങളെ ഫംഗ്ഷനിൽ പഠിക്കുന്നതാണ്. ഹൈപ്പർ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ n ഡയമെൻഷൻ സ്പേസ് ആണെങ്കിൽ n-1 ഡയമെൻഷനിൽ വരുന്ന ഒരു സ്പേസ് ആണ്. ഒരു ഡയമെൻഷൻ കുറവായിരിക്കും. ഇവിടെ ഇപ്പോൾ 2 ഡയമെൻഷൻ പ്ലെയിൻ ആണ്. ഒരു ഡയമെൻഷൻ കുറവാകുമ്പോൾ ലൈനാണ് നമുക്ക് സബ് സ്പേസ് ആയിട്ട് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ നമുക്കങ്ങനെ വരച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. സി സെഡ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ കാണും. അതായത് ഒരു ലൈൻ കാണും. സച്ച് ദാറ്റ് പ്രത്യേകതയുണ്ട്. ഈ K1-നും K2-നും ഒരു പ്രത്യേകതയുണ്ട്. ഇതിവിടെ ഇപ്പോൾ ഈ ലൈൻ നോക്കിക്കോ. ഈ ലൈന് ഈ ഹോൾ എക്സ് വൈ പ്ലെയിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഇതിൻ്റെ മുകളിലോട്ടൊരു ഭാഗവും താഴോട്ടൊരു ഭാഗം. അതായത് ഈ ഹോൾ എക്സ് വൈ പ്ലെയിനെ 2 ഡയമെൻഷണൽ സ്പേസ് ആയ ഈ 2-നെ 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് മുകളിലത്തെ ഭാഗവും ഒന്ന് താഴത്തെ ഭാഗവും. അപ്പോൾ ഈ ഹൈപ്പർ പ്ലെയിൻ സെപ്പറേഷൻ തിയറം എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് K1-ഉം K2-ഉം 2 കോൺവെക്സ് ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെങ്കിൽ അവയെ വേർതിരിക്കുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സച്ച് ദാറ്റ് അതിൻ്റെ ഒരു പോർഷനിൽ K1-ഉം കാണും, മറ്റേ പോർഷനിൽ K2-ഉം കാണും. ഇങ്ങനെയാണ് ഹൈപ്പർ പ്ലെയിൻ സെപ്പറേഷൻ തിയറം നമ്മളോട് പറയുന്നത്. ജസ്റ്റ് ചെറിയൊരു പ്രൂഫുണ്ട്, ആ പ്രൂഫ് ഞാൻ തരാം. എല്ലാം കൂടെ എഴുതി ഇത് ലോങ്ങർ ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. സെപ്പറേറ്റിംഗ് K1 ആൻഡ് K2. അതായത് ഈ സെപ്പറേറ്റിംഗ് K1 ആൻഡ് K2 എന്ന് പറഞ്ഞാൽ ഈ 2 സെറ്റുകളെയും സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ഹൈപ്പർ പ്ലെയിൻ സച്ച് ദാറ്റ് സി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ ഇസഡ് ബിലോങ്സ് ടു K1. K1-ലെ എലമെൻറ്റ്സ് ഇസഡ് എടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെക്ടറാണ്, ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ സി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ആൽഫയെക്കാട്ടിലും വലുതോ ഈക്വലോ ആയിരിക്കും. ഇനിയും K2-ലെ എലമെൻറ്റ് ഒരു ഇസഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സി ഇസഡ് വാല്യൂ എപ്പോഴും ആൽഫയെക്കാട്ടിലും ചെറുതായിരിക്കും. അതായത് ഒരു സെറ്റ് ഇവിടെയും കിടക്കും, മറ്റേ സെറ്റ് ഇവിടെയും കിടക്കും. സെപ്പറേഷൻ തിയറം ഹൈപ്പർ പ്ലെയിൻ വെച്ചിട്ട് ഈ 2 സെറ്റുകളെയും സെപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇനി
നമ്മുടെ കയ്യിൽ 2 സെറ്റുകളുണ്ട്. K1 ഉണ്ട്, K2 ഉണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് Z=0 എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഒറിജിൻ പോയിന്റ് ഈ 2 സെറ്റുകളുടെയും ബൗണ്ടറി പോയിന്റ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ബൗണ്ടറി പോയിന്റ് ഡെഫിനിഷൻ യൂസ് ചെയ്യണം. ബൗണ്ടറി പോയിന്റ് ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഒരു സെറ്റ് K1 എന്ന് പറയുന്ന ഒരു സെറ്റിന് Z എന്ന് പറയുന്ന ഒരു ബൗണ്ടറി പോയിന്റ് ഉണ്ടെങ്കിൽ ഇസഡിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും K1-ൽ ഉള്ള പോയിന്റും കാണണം, K1-ൽ ഇല്ലാത്ത പോയിന്റും കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇസഡ് K1-ൻ്റെ ബൗണ്ടറി പോയിന്റ് ആവുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. K1-ൻ്റെ Z=0 എടുത്ത് നോക്കിക്കോ. Z=0 എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും K1-ലെ പോയിന്റുകൾ കാണും. K1-ലെ പോയിന്റുകളാണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പോണൻ്റെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? >0 വരുന്നത്. അതായത് 0യെക്കാട്ടിലും വലുതായ ഫസ്റ്റ് കമ്പോണൻറ്റിലുള്ള ഒത്തിരി വാല്യൂ എലമെൻറ്റ്സ് K1-ലുണ്ട്. അതെവിടെയുണ്ട്? ഈ Z=0യുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും കാണാനായിട്ട് പറ്റും. ഇനിയും K1-ൽ ഇല്ലാത്ത പോയിന്റ് കാണുമോ? K1-ൽ ഇല്ലാത്ത പോയിന്റ് എന്ന് പറയുമ്പം ഈ ഫസ്റ്റ് Z0 വരണം. അതും ഈ 0യുടെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഈ ഫസ്റ്റ് കമ്പോണൻറ്റ് <0 വരുന്ന ഇഷ്ടം പോലെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 തരത്തിലുള്ള പോയിന്റും ഏത് നെയ്ബർഹുഡ് Z=0യുടെ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Therefore we can prove that Z=0 is a boundary point of K1. K2 നമ്മുടെ ഡെഫിനിഷൻ നമുക്കറിയാം. K2-ൻ്റെ പോയിന്റ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ കമ്പോണൻസിനെല്ലാം <0 വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Z=0 K2-ൻ്റെയും ബൗണ്ടറി പോയിന്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെയിം ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്താനായിട്ട് മതി. ഇനി ഹൈപ്പർപ്ലെയിൻ സെപ്പറേഷൻ തിയറത്തിനകത്ത് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ നമുക്ക് പറയുന്നുണ്ട്. 2 സെറ്റുകളുണ്ട് K1, K2. ഒരു ഹൈപ്പർപ്ലെയിൻ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹൈപ്പർപ്ലെയിൻ ഇതിൻ്റെ ഈ 2 സെറ്റുകളുടെയും ഒരു കോമൺ ബൗണ്ടറി പോയിന്റ് ഉണ്ടെങ്കിൽ ആ ബൗണ്ടറി പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഹൈപ്പർപ്ലെയിൻ സെപ്പറേഷൻ തിയറം നമ്മളോട് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, കിട്ടും. അപ്പം എന്താണ് ഈ സെപ്പറേഷൻ തിയറം എന്താ പറയുന്നത്? 2 സെറ്റ് K1-ഉം K2 നമ്മുടെ ഉണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റിംഗ് ഹൈപ്പർ പ്ലെയിൻ ഉണ്ട് എങ്കിൽ ആ ഹൈപ്പർ പ്ലെയിൻ ഈ K1-ൻ്റെയും K2-ൻ്റെയും ബൗണ്ടറി പോയിന്റിലൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ Z=0യിലൂടെ ഈ ഹൈപ്പർ പ്ലെയിൻ Z=α എന്നേ നമുക്കറിയത്തുള്ളൂ. ഹൈപ്പർ പ്ലെയിൻ ആൽഫ ഏത് വാല്യൂ ആകാം, സിയും ഏത് വാല്യൂ ആകാം നമുക്കറിയത്തില്ല. Z എന്ന് പറയുന്ന ഹൈപ്പർ പ്ലെയിൻ ആ സ്പേസിലെ പോയിന്റുകളാണ്. Z=0യിലൂടെ പാസ് ചെയ്യും. Z=0യിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഫോർമുലയിൽ അത് കൊടുക്കുകയെന്ന് എന്ത് കിട്ടും? സം C×0 എന്ന് പറഞ്ഞ് കിട്ടും, =α എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 എന്ന് പറഞ്ഞ് കിട്ടും, =α എന്ന് പറഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടും. അതായത് ആൽഫയുടെ വാല്യൂ 0 ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ C=α എന്നാണ് നമ്മൾ ജനറലായിട്ട് ഹൈപ്പർ പ്ലെയിൻ എഴുതി ആൽഫയുടെ ഇപ്പം വാല്യൂ കിട്ടി. അപ്പം നമ്മൾ CZ=0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ ഹൈപ്പർ പ്ലെയിൻ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എഴുതിയായിരുന്നു അതിൻ്റെ C എന്ന് പറയുന്നത് ≠0 ആയിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് വെക്ടറാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഹൈപ്പർ പ്ലെയിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതുന്നത്. എങ്ങനെയാണ് ഹൈപ്പർ പ്ലെയിൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് K1-ലെ Z പോയിൻറ്റ്സിന് CZ ആൽഫയെക്കാട്ടിലും വലുതോ ഈക്വലോ ആയിരിക്കും. K2-ലെ Z പോയിൻറ്റിന് CZ <α ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ ആൽഫയുടെ വാല്യൂ 0 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമുക്ക് എഴുതാൻ പറ്റും Z K1-ലെ എലമെൻ്റ് ആണെങ്കിൽ CZ വലുതായിരിക്കും, 0യെക്കാട്ടിലും വലുതോ ഈക്വലോ ആയിരിക്കും. Z K2-ലെ എലമെൻ്റ് ആണെങ്കിൽ CZ <0 ആയിരിക്കും. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നേരത്തെ നമുക്ക് ഹൈപ്പർ പ്ലെയിൻ ഡിഫൈൻ ചെയ്തപ്പോൾ C≠0 എന്നാണ് നമുക്ക് ഹൈപ്പർ പ്ലെയിൻ്റെ ഡെഫിനിഷൻ ഉള്ളത്. അതായത് C ഒന്നെങ്കിൽ <0 ആകാം, അല്ലെങ്കിൽ <0 ആകാം, അല്ലെങ്കിൽ =0 വരത്തില്ല. ഒന്നെങ്കിൽ <0, <0. നമ്മളിവിടെ പ്രൂവ് ചെയ്യും C എന്ന് പറയുന്നത് എപ്പോഴും >0, അതായത് >0 ആയിരിക്കും. 0 ഒരിക്കലും വരത്തില്ല, >0 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ കോൺട്രഡിക്ഷൻ രൂപത്തിൽ എഴുതും. അത് ഒരു മിനിറ്റ്, നമ്മൾ കോൺട്രഡിക്ഷൻ രൂപത്തിൽ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഒരു തിരുത്തുണ്ട്, C <0 ആണ്. സപ്പോസ് അതിൻ്റെ വിപരീത ദിശയിൽ നമ്മൾ സഞ്ചരിക്കുന്നു, അതായത് C ഈസ് <0 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് C എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് C C0, C1,
C2 എക്സെട്ര CM എന്നും പറഞ്ഞല്ലേ എഴുതി. ഏതൊരു കമ്പോണൻറ്റ് നെഗറ്റീവാണ്, CI ലെസ് ദാൻ 0 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി K2വിലെ ഒരു എലമെൻറ്റ് Z2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ Z2 K2വിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് Z2വിൻ്റെ കമ്പോണൻസിൻ്റെ എല്ലാം വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Z2വിൻ്റെ കമ്പോണൻസിൻ്റെ എല്ലാം വാല്യൂ ലെസ് ദാൻ 0 അല്ലേ? അപ്പോൾ ith കമ്പോണൻറ്റ് ഓഫ് Z2 എടുക്കുന്നു. അതിന് നമ്മൾ Z2y സൂചിപ്പിക്കുന്നു. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് സം മൈനസ് n ആണ്. n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് സംഖ്യ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ CI നെഗറ്റീവാണ്, Z2i ഫിക്സ്ഡ് ആണ് കേട്ടോ. CI നെഗറ്റീവാണ്, Z2y നെഗറ്റീവാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും. CI Z2y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ CZ2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. CZ2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? C0 ഇൻറ്റു Z2 പ്ലസ് C1 ഇൻറ്റു Z21 പ്ലസ് എക്സെട്ര പ്ലസ് CI Z2y പ്ലസ് എക്സെട്ര CM ഇൻറ്റു Z2M എന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ith ടേമാണ് പോസിറ്റീവായിട്ട് ഉള്ളത്. ഈ ith ടേം നമുക്ക് ഈ Z2i -n എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിയില്ലേ? ഈ n എന്ന് പറയുന്നത് ഏത് വലിയ വാല്യൂ വേണേലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കാരണം Z2 എന്ന് പറയുന്നത് നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. Z2 ലെസ് ദാൻ 0 ആവണമെന്നേ ഉള്ളൂ. ഏത് വലിയ നമ്പർ വേണേലും ആകാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ Z2i സഫിഷ്യൻ്റായിട്ട് ലാർജായിട്ട് എടുത്തുകൊണ്ട് ഈ ടേമിലെ CI Z2i എന്ന് പറയുന്ന ടേം നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ഒരു വലിയ സംഖ്യയായിട്ട് എടുക്കുന്നു. അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ CI Z2i എന്ന് പറയുന്ന ടേം ഒരു വലിയ പോസിറ്റീവ് നമ്പർ ആകും. സം 1 lakh or 2 lakh or 10 lakh ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം വലിയൊരു പോസിറ്റീവ് നമ്പറാണ്. ഇതൊക്കെ ചെറിയ നമ്പറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. C1 Z2 നോട്ട് C1 Z21 എക്സെട്ര ഒരു ചെറിയ നമ്പറായിട്ട് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സംഖ്യയാണ്. ഇത്രയും ഇവിടുന്ന് കൂട്ടി വരുമ്പോൾ അതൊരു ചെറിയ സംഖ്യയായിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം ഇസഡിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത്രയും നമ്പരും ചെറുതായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ CI Z2i എന്ന് പറയുന്ന നമ്പർ വലിയ ഒരു 10 lakh, ഇതെല്ലാം സ്മോൾ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സം എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ഒരു പോസിറ്റീവ്, ലാർജ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആര് തെറ്റിപ്പോവും? ഈ K2ലെ എലമെൻ്റ് അല്ലേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. K2ൽ CZ ലെസ് ദാൻ 0 ആണ്. അതെന്ന് പറയുന്നത് തെറ്റിപ്പോവും. എങ്ങനെ തെറ്റിപ്പോവും? CZ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് മാറും, ഒരു വലിയ നമ്പറായിട്ട് മാറും. ആ വലിയ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ CI Z2i പോസിറ്റീവ് വാല്യൂ, എത്ര വലിയ പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നമ്മൾ എന്തെടുത്തപ്പോഴാണ് കോൺട്രഡിക്ഷൻ വന്നത്? CI ലെസ് ദാൻ 0 ആയിട്ട് എടുത്തു. Z2i നമുക്കറിയാം നെഗറ്റീവ് നമ്പറാണ്, അതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പർ വരും. ഈ പോസിറ്റീവ് നമ്പർ എത്ര വലുത് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സച്ച് ദാറ്റ് ഈ ടോട്ടൽ സം CZ2 എന്ന് പറയുന്ന ഈ ടോട്ടൽ സം ഗ്രേറ്റർ ദാൻ 0, ദെയർ ബൈ വയലേറ്റിംഗ് ദിസ് ഇൻഇക്വാലിറ്റി. ഈ ഇൻഇക്വാലിറ്റി എപ്പോഴും ട്രൂ ആയിരിക്കും. K2ലെ എലമെൻസിനെല്ലാം CZ ലെസ് ദാൻ 0 ആയിരിക്കും. ആ ഇൻഇക്വാലിറ്റി തെറ്റിപ്പോകുന്ന രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ്. നമ്മുടെ അസംഷൻ എന്താണ്? റോങ് ആയിപ്പോയി. നമ്മുടെ അസംഷൻ ഇതായിരുന്നു, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ അസംഷനായിട്ട് എടുത്തത്. അതായത് ഏതോ ഒരു കമ്പോണൻ്റെങ്കിലും നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അന്നേരം നമ്മൾ കോൺട്രഡിക്ഷൻ വന്നു. ദെയർഫോർ വി ക്ലെയിം ദാറ്റ് ഒരു പോയിന്റ് പോലും നെഗറ്റീവ് അല്ല, ഒരു കമ്പോണൻറ്റ് പോലും നെഗറ്റീവ് അല്ല, എല്ലാ കമ്പോണൻറ്റും പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെയർഫോർ വി പ്രൂവ്ഡ് ദിസ് ക്ലെയിം. ഈ ക്ലെയിം എന്താണ്? എല്ലാ കമ്പോണൻസും പോസിറ്റീവ് ആണെന്നുള്ള ക്ലെയിം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഓക്കെ, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അവർ ക്ലെയിം. ഇനിയും C = C0 C1 C2 എക്സെട്ര CM എന്നും പറഞ്ഞെടുത്തു. അതിനകത്ത് ഫസ്റ്റ് കമ്പോണൻറ്റ് C0 ഒരിക്കലും 0 ആകില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്.
അതിനുവേണ്ടി ഇസഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു. എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ജി വൺ ഓഫ് എക്സ് വൺ ഫോർ സം എക്സ്, ജി ടു ഓഫ് എക്സ് ടു എക്സെട്ര ജി എം ഓഫ് എക്സ് എന്നുള്ളതാണ് എം പ്ലസ് വൺത് കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് കെ വണ്ണിൽ അംഗം ആകാനുള്ള, എലമെൻ്റ് ആകാനുള്ള എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കെ വണ്ണിലെ ഒരു എലമെൻ്റാണ്. കെ വണ്ണിലെ എലമെൻറ്റുകൾക്ക് നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം, സി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മൾ ഈ ഇസഡിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ സി നോട്ട് ഇൻറ്റു എഫ് എക്സ് മൈനസ് സംതിങ് എന്ന് പറഞ്ഞ് എഴുതും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം സി നോട്ട് എഫ് ഓഫ് എക്സ് അതുപോലെ എഴുതി. ഇനി മൈനസ് സി നോട്ട് എഫ് ഓഫ് എക്സിനോട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടു, അത് നമ്മളിവിടെ എഴുതി. പിന്നെ ബാക്കിയുള്ള എല്ലാം ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യും ഇഫ് ദിസ് ഫസ്റ്റ് കമ്പോണൻറ്റ് സി നോട്ട് ഈസ് ഈക്വൽ ടു 0, ദെൻ വാട്ട് ഹാപ്പൻ? സി നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ദിസ് 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. അത് നമ്മളിവിടെ 0 പ്ലസ് ഈ ലാസ്റ്റ് ടൈം സി നോട്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഉണ്ട്, അത് 0 അതാണ് ഈ എഴുതിയിരിക്കുന്നത് 0. എന്നിട്ട് ബാക്കി എല്ലാം കൂടെ എഴുതും. സി വൺ ജി വൺ ഓഫ് എക്സ് പ്ലസ് സി ടു ജി ടു ഓഫ് എക്സ്. അത് എവിടെ നിന്ന് കിട്ടിയത്? അതുകൊണ്ട് ഇവിടെ ജെയിൽ നിന്നാണ് കിട്ടിയത്. എന്നിട്ട് ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി സച്ച് ദാറ്റ് ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ജി ഓഫ് എക്സ് ലെസ് ദാൻ 0 വരുന്ന ഒരു എക്സിനെ നമ്മൾ എടുത്തു അന്നേരം. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൈപ്പർ പ്ലെയിനിലെ സി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് സി നോട്ട് ഈക്വൽ ടു 0 ഫ്രം ഹൈപ്പർ പ്ലെയിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലായി. ഇനി ഫോർ ദിസ് എക്സ് കെ ഈസ് വയലേറ്റഡ്, ദിസ് ഈസ് വയലേറ്റഡ്. എന്തുകൊണ്ടാണ്? ഈ സി എല്ലാം പോസിറ്റീവാണ്, അതായത് ഈ സി വൺ പോസിറ്റീവാണ്, സി ടു പോസിറ്റീവാണ്, സി എമ്മുകളെല്ലാം പോസിറ്റീവാണ്. ജി ഓഫ് എക്സ് ലെസ് ദാൻ 0 നെഗറ്റീവാണ്, അതായത് ജി വൺ ഓഫ് എക്സ് നെഗറ്റീവാണ്, ജി ടു ഓഫ് എക്സ് നെഗറ്റീവാണ്, എക്സെട്ര ജി എം ഓഫ് എക്സ് നെഗറ്റീവാണ്. സി വൺ പോസിറ്റീവാണ്, ജി വൺ നെഗറ്റീവാണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി വൺ ജി വൺ നെഗറ്റീവാണ്, അതുപോലെ സി ടു ജി ടു നെഗറ്റീവാണ്, സി എം ജി എം നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പർ എല്ലാം കൂടെ സം ചെയ്ത് എഴുതുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വന്നത്. സോ അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസംഷനായിട്ട് എടുത്തിരിക്കുന്നത് സി നോട്ട് 0 ആണെന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്, അത് റോങ് ആയിട്ട് മാറും. ദെയർഫോർ വി ക്യാൻ പ്രൂവ് ദാറ്റ് സി നോട്ട് ഈക്വൽ ടു 0. സിമ്പിൾ പ്രൂഫാണ്. ഇനി നമ്മൾ ജെ എന്ന് പറയുന്ന ഈക്വേഷൻ കൺസിഡർ ചെയ്യുക. അതാണ് നമ്മുടെ എടുത്തിരിക്കുന്നത്. സി നോട്ട് എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ട് കിട്ടി. നോൺ സീറോ ആയതുകൊണ്ട് എല്ലാ ടേമുകളെയും നമുക്ക് സി നോട്ട് വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ഫസ്റ്റ് സി നോട്ട് എഫ് ഓഫ് എക്സ് എന്നുള്ള ഡിവൈഡ് ബൈ സി നോട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടും. അടുത്ത തന്നെ സി വൺ ബൈ സി നോട്ട് ഇൻറ്റു ജി വൺ ഓഫ് എക്സ് എന്ന് കിട്ടും, എക്സെട്ര. ഇത് പ്ലസ് ആണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ സി നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സി നോട്ട് അങ്ങ് പോവും, എഫ് ഓഫ് എക്സിന് തന്നെ ബാക്കി നിൽക്കും. ഇനി ഈ എക്സ്പ്രഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷനിൽ ഞാൻ വൈ നോട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടറായിട്ട് എടുക്കുന്നു. ആ വെക്ടറിൻ്റെ കമ്പോണൻറ്റ് സി വൺ ബൈ സി നോട്ട്, സി ടു ബൈ സി നോട്ട്, എക്സെട്ര സി എം ബൈ സി നോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വൈ നോട്ട് ഈസ് ഈക്വൽ ടു ദിസ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനെ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. എഫ് ഓഫ് എക്സ് അതുപോലെ എഴുതി പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ഇൻറ്റു ജി ഓഫ് എക്സ്, ജി വൺ ഓഫ് എക്സ്, ജി ടു ഓഫ് എക്സ്, എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു വൈ നോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഈ വൈ നോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് സി വൺ ബൈ സി നോട്ട്, സി ടു ബൈ സി നോട്ട്, എക്സെട്ര സി എം ബൈ സി നോട്ട് എന്ന് പറയുന്ന വെക്ടറാണ്. ഒരു യുണീക്ക് ആണെന്ന് നിർബന്ധമില്ല, ഒരു വെക്ടർ നമുക്ക് കിട്ടി. ഈ സി വൺ സി ടു കിട്ടിയത് ഹൈപ്പർ പ്ലെയിനുകളുടെ കമ്പോണൻസിൽ നിന്നാണ്. നമ്മൾ സി ആണ് ഹൈപ്പർ പ്ലെയിനിൽ സി ഈസ് ഈക്വൽ ടു സി നോട്ട് സി വൺ എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുക. ആ കമ്പോണൻസിൽ നിന്നുമാണ് ഈ വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയത്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ട്രാൻസ്പോസ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പം നമുക്കൊരു വൈ നോട്ട് കിട്ടി. there exists a y നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സി എന്ന് പറയുന്ന ഹൈപ്പർ പ്ലെയിനെ ഡിഫൈൻ ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിനിൽ നിന്നാണ് നമുക്ക് വൈ നോട്ട് കിട്ടിയത്, സച്ച് ദാറ്റ് ദിസ് ഇൻഇക്വാലിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. ഇതൊരു ലോങ് തിയറമാണ്. ഇത് ചോദിക്കാം, പല പല സ്റ്റെപ്പുകളാക്കി ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം മനസ്സിലാവുന്ന സ്റ്റെപ്പുകളാണ്.
ഓക്കെ, മനസ്സിലാവുന്ന സ്റ്റെപ്പുകളാണ്. ഇത് ജസ്റ്റ് പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, എങ്ങനെ വേണേലും ചോദിക്കാം. നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എവിടെയാണോ സംശയമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. എവിടെയാണെന്നുള്ളത് അന്നേരം ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ.